ഫോണിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്പാം കോളുകൾ, സ്പാം മെസ്സേജുകൾ. ചില സ്പാം കോളൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കുകയും ചെയ്യും, അവർ പറയും പോലൊക്കെ അങ്ങ് ചെയ്യുകയും ചെയ്യും. പല ബുദ്ധിമുട്ടിലും പല സ്കാമിലും നമ്മൾ പോയി പെടുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന ഈ സ്പാം കോളുകളും സ്പാം മെസ്സേജുകളും ബ്ലോക്ക് ചെയ്യാനുള്ള നമുക്ക് വരാണ്ടൊക്കെയുള്ള വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കട്ടോ. രണ്ട് വഴി കൂടാതെ നമ്മൾ ഇത് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഏതൊക്കെയാണ് നമുക്കൊരു ഡെമോ ആയിട്ട് സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോ ഇതൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ. ആദ്യം നമുക്ക് നമ്മളെ ഫോണിലെ ഡെയിലർ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഡെയിലർ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മേലെ അല്ലെങ്കിൽ താഴെ സെറ്റിംഗ്സിന്റെ ഭാഗം ഉണ്ടാവും. സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ കോളർ ഐ ഡി സ്പാം എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് സ്പാം കോളർ ഐ ഡി എന്നുള്ള ഭാഗവും അതുപോലെ തന്നെ ഫിൽട്ടർ സ്പാം കോൾസ് എന്നുള്ള ഭാഗവും രണ്ടും എനേബിൾ ചെയ്തിട്ടേക്കുക. ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് വരുന്ന സ്പാം കോളുകളൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് വരിക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ അത് അവിടുന്ന് നമുക്ക് ബാക്ക് വന്നിട്ട് നിങ്ങളുടെ ഫോണിൽ മെസ്സേജിംഗ് എന്നുള്ള ഭാഗം എടുക്കുക. മെസ്സേജ് അയക്കുന്ന SMS അയക്കുന്ന ആ ഭാഗമല്ലേ, അതൊന്ന് എടുത്തിട്ട് അതിൽ നമുക്ക് 1909 എന്നുള്ള നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്യുക. 1909 എന്നുള്ള നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മെസ്സേജ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ ചങ്ങായി എന്താ മലയാളിയാട്ടാ പോയിക്കോട്ടെ വിളിക്കാം. ഫുള്ളി ബ്ലോക്ക്ഡ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ, അതായത് എല്ലാം വലിയ അക്ഷരമായിക്കണം എഴുതിയിട്ട് സെൻഡ് ചെയ്യുക. ഇങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാ സ്പാം കോളുകളും ബ്ലോക്ക് ചെയ്യപ്പെടും. പിന്നെ ഒരു സ്പാം കോൾ നമുക്ക് വരില്ല. അതൊരു സംശയം ഉണ്ടാവും, നമുക്ക് ബാങ്ക് റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള കോളുകൾ വരും. അതൊന്നും നമ്മൾക്ക് സേവ് ചെയ്യാത്ത നമ്പർ എന്നല്ല, അറിയപ്പെടാത്ത നമ്പർ എന്നാ വരിക. അതൊക്കെ വരില്ല. തീർച്ചയായിട്ടും ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോളുകളൊക്കെ നമുക്ക് വരും. അങ്ങനത്തെ ഒരു കോളും മിസ്സാകില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനെ അറിയപ്പെടാത്ത ഒരുപാട് നമ്പറിൽ നമുക്ക് കോളുകളും മെസ്സേജുകളൊക്കെ വരുന്നില്ലേ, ഇവർക്കൊക്കെ നമ്മളെ ഈ നമ്പർ എങ്ങനെ കിട്ടുന്നത്? അതാ രസം. ഈ നമ്പർ നമ്മളിപ്പോ പല സ്ഥലത്തും നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട്. പല ആപ്ലിക്കേഷനില്, പല സ്ഥാപനങ്ങളില്, പല സൈറ്റുകളിലും ഒക്കെ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറുകളൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ലേ, കോടിക്കണക്കിന് ആൾക്കാർക്ക് വാട്സപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സുക്കർ കാക്കാക്ക് എന്താ വട്ടുണ്ട്. നമ്മളോട് അവർ പൈസ ഒന്നും വാങ്ങുന്നില്ലല്ലോ. പക്ഷെ അവർ വാങ്ങുന്ന എന്താ, നമ്മളെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ. ഇപ്പൊ നമ്മളെ നമ്പർ, മെയിൽ ID, അതുപോലത്തെ ഇൻഫർമേഷനുകൾ, ഇതൊക്കെ വെരിഫൈഡ് ആയിട്ടുള്ള സംഗതികളല്ലേ. ഇതൊക്കെ ഇപ്പം വാട്സപ്പ് സുക്കർ കാക്ക ഇപ്പൊ ഒരു കമ്പനിയോട് പറയുന്നത്, ഡേ എന്റെ കുറെ നമ്പർ ഉണ്ട്, അത് എനിക്ക് തരാം, ഇങ്ങനെ എത്ര തരും? ഞാൻ എനിക്ക് ഇത്ര തരും നമ്പർ തന്നേക്ക്. അപ്പൊ അവര് ആ സ്ഥാപനം, ആ കമ്പനി ആ നമ്പറുകൾ അവിടെ വാങ്ങുക, എന്നിട്ട് ആ നമ്പറിലേക്ക് അവരെ അഡ്വർടൈസിങ് പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് സംഭവങ്ങൾ. ഇങ്ങനെയാണ് നമുക്ക് സ്പാം കോളുകളും സ്പാം SMS ഒക്കെ വരുന്നത്. ശരിക്കോ സംഭവം? ഇതൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ വാട്സപ്പിന്റെ കാര്യം. അതുപോലെ നമ്മൾ ഒരുപാട് സൈറ്റുകളിൽ, ഒരുപാട് ആപ്ലിക്കേഷനിലും ഒക്കെ കൊടുക്കും. അതുപോലെ ചില സ്ഥാപനങ്ങളിൽ, ചില കമ്പനികളൊക്കെ നമ്മളെ നമ്പർ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. സംഭവം തിരിഞ്ഞിക്കാം. തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൊടുത്തേക്കട്ടോ. അപ്പൊ നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ PO. താങ്ക് യു സോ മച്ച്.